വധശിക്ഷ നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് അറിയിപ്പ് ലഭിച്ചെന്ന യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ സന്ദേശം ജയിലിലേക്ക് വിളിച്ചറിയിച്ചത് അഭിഭാഷക. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് സന്ദേശം അയച്ച നിമിഷപ്രിയ. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾക്ക് നിർമ്മാതാക്കളുടെ തീരുമാനം. 17ലേറെ ഭാഗങ്ങൾ ഒഴിവാക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ ദൃശ്യങ്ങളും കലാപ ദൃശ്യങ്ങളും. വില്ലന്റെ പേരും മാറ്റാൻ തീരുമാനം. പുതുക്കിയ പതിപ്പ് തിങ്കളാഴ്ച മുതൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. PP ദിവ്യയുടെ പ്രസംഗം ADM ജീവനൊടുക്കാൻ കാരണമായെന്ന കുറ്റപത്രം. കേസിൽ ദിവ്യ ഏക പ്രതി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് PP ദിവ്യയെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ ആരോപണവുമായി കുടുംബം. മേഘയെ മലപ്പുറം സ്വദേശിയായ IB ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് പിതാവ്. ഫെബ്രുവരിയിലെ ശമ്പളമടക്കം അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 80 രൂപ മാത്രമെന്നും പിതാവ്. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ കാണാതായതിൽ ഗുരുതര വീഴ്ച. അടിയന്തര യോഗം വിളിച്ച സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന വൈസ് ചാൻസലർ. DGPക്ക് പരാതി നൽകി രജിസ്ട്രാർ. MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായത് അധ്യാപകൻ പാലക്കാട് നിന്ന് ബൈക്കിൽ വരുമ്പോൾ. കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 48ാം ദിവസം. നിരാഹാര സമരം 10ാം ദിവസത്തിൽ. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധം. സമരത്തെ തള്ളിക്കൊണ്ടുള്ള INTUC നിലപാടിൽ പ്രതികരിച്ച് KC വേണുഗോപാൽ. കൊടിയുടെ നിറം നോക്കിയല്ല, കാരണം നോക്കിയാണ് പിന്തുണയ്ക്കേണ്ടതെന്ന് പ്രതികരണം. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2000-ഓളം പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക അറിയിപ്പ്. രക്ഷാദൌത്യം തുടരുന്നു. സഹായഹസ്തവുമായി ഇന്ത്യ. 15 ടൺ ആവശ്യ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് അയച്ചു. കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരാതി. രാസമാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി അയ്യൻകുഴിയിലെ ജനങ്ങൾ. കിണറുകളിലടക്കം മാലിന്യം കലരുന്നുവെന്ന് പരാതി. ദുരിതത്തിലായി 45ഓളം കുടുംബങ്ങൾ. തൃശൂർ കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ മർദ്ദിച്ചു. പരിക്കേറ്റത് 70 വയസ്സുകാരി ശാന്തയ്ക്ക്. സുരേഷ് അമ്മയെ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. മകൻ സുരേഷ് പോലീസ് കസ്റ്റഡി. കർണാടകയിൽ ഡിജിറ്റൽ അറസ്റ്റ് ഭയന്ന ദമ്പതികൾ ജീവനൊടുക്കിയത് ബെലഗാവി സ്വദേശികളായ ഡീഗോ സാന്തൻ നസ്രേതും ഭാര്യയും. സൈബർ തട്ടിപ്പുകാർ ഇവരിൽ നിന്നും 50 ലക്ഷം കവർന്നു. ജീവനൊടുക്കിയത് കടുത്ത മാനസിക സംഘർഷത്തിൽ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 16 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. സംഭവം സുക്മ ജില്ലയിൽ. IPL-ൽ ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ആദ്യ ജയം തേടി ടീമുകൾ.